ഹലോ നമസ്കാരം. ഒറ്റപ്പാട്ട് കൊണ്ട് ലോക മലയാളികളുടെ ഹൃദയം കീഴടക്കിയ ഒരു കുട്ടിപ്പാട്ടുകാരൻ. യെസ്, ആ കുട്ടിപ്പാട്ടുകാരന്റെ വിശേഷങ്ങൾ അറിയാനാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ആലായാൽ തറ വേണം. ഈ പാട്ട് കേട്ടാൽ ഇപ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരു കുഞ്ഞു ഗായകന്റെ മുഖമാണ്, നമ്മുടെ സ്വന്തം വേദൂട്ടൻ. അതേ വേദൂട്ടന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേദൂട്ടന്റെ വിശേഷങ്ങൾ അറിഞ്ഞാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. ഇനി യൂട്യൂബിലൂടെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വരൂ. അടിപൊളി 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 അടിപൊളി. വേദന ആരാ പാട്ട് പഠിപ്പിച്ചിരുന്നേ? അമ്മയാണോ പഠിപ്പിച്ചിരുന്നത്? അമ്മയും അച്ഛനാണോ പഠിപ്പിച്ചത്? അപ്പൊ അച്ഛമ്മയല്ലേ പഠിപ്പിച്ചിരുന്നത്? അച്ഛനും അമ്മയാണോ പഠിപ്പിച്ചിരുന്നേ? പിന്നെ ആരൊക്കെയാ പഠിപ്പിച്ചത്? വീഡിയോ കണ്ട് ഒറ്റയ്ക്ക് പഠിക്കോ വേദു? ഒറ്റയ്ക്ക് പാട്ട് പഠിക്കോ? വീഡിയോ കാണാറുണ്ടോ? പാട്ടിന്റെ വീഡിയോ പാട്ട് കേൾക്കാറുണ്ടോ? വേദുവിന് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? അതാണ് ഇഷ്ടപ്പെട്ട പാട്ട്. അടിപൊളി. ചിത്ര ചേച്ചിനെ കണ്ടപ്പോഴേ ചിത്രാന്റിനെ കണ്ടില്ലേ അന്ന്? അപ്പൊ എന്താ ചിത്രാന്റി എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ലേ? ചിത്രാന്റിക്ക് പാട്ട് പാടിക്കൊടുത്തോ? ഏത് പാട്ടാ പാടിക്കൊടുത്തു? ഓമനത്തിങ്കൾ ആണോ? എനിക്ക് ആ പാട്ട് പാടിത്തരൂ. കാറ് പാർക്ക് ചെയ്തിട്ട് പാടിത്തരൂ. അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് എനിക്ക് പാടിത്തരണേ. ഓക്കെ, ഓ ശരി. അടിപൊളി. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, വേദുവിന്റെ ക്ലാസ്സിലെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാരാ? ആണോ? ടീച്ചറാരാ? ഇഷ്ടപ്പെട്ട ടീച്ചറാരാ? ഗീത അമ്മ. ഓ, പാട്ട് പഠിപ്പിച്ചു തരാനുണ്ടോ ടീച്ചർ?
അടിപൊളി. ആ ഇനി മതിയോ? ഓക്കെ. ഇത് എപ്പോ മുതലാണ് പാട്ട് പാടാൻ തുടങ്ങിയത്? ചെറിയ ചെറുപ്പം തൊട്ടിട്ട് ഇങ്ങനെ താളം പിടിക്കുമായിരുന്നു. പിന്നെ പതുക്കെ വാക്കുകൾ വരാൻ തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പാടി തുടങ്ങും. അതായത് നമ്മുടെ കൺസെപ്റ്റ് ആ നിലയ്ക്ക് പാടി തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് അച്ഛമ്മ പാട്ട് ടീച്ചറാണ്. അങ്ങനെ ഓരോ പാട്ടുകൾ പാടിക്കൊടുക്കും, അത് കേൾക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ ഇങ്ങനെ ഓരോന്ന് പാടിക്കൊടുക്കാറുണ്ട്, അമ്മാവൻ പാടിക്കൊടുക്കാറുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇങ്ങനെ പാടിയിട്ടും ഒക്കെ അന്ന് തൊട്ടിട്ട് എനിക്ക് കേൾക്കും. വേദുവിന് താല്പര്യമായ ശേഷം വേദു അതെ തന്നെ ഇങ്ങനെ കുറച്ച് വീഡിയോസ് കാണും, അതും അതേ പഠിക്കും. അങ്ങനെയൊക്കെ. ആദ്യമായിട്ട് പാടിയ പാട്ട് അറിയാവുന്ന ഇഷ്ടത്തോടെ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന പാട്ട്? അങ്ങനെ വെച്ചാൽ ഓരോരോ സമയത്ത് ഓരോ പാട്ടുകളാണ്. അപ്പൊ ആദ്യമായിട്ട് പാടുന്ന സമയത്ത് ഈ കല്ലു വേണോ പറഞ്ഞിട്ടുള്ളൊരു പാട്ടുണ്ട്, കല്ലു വേണോ നീലനിറം. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അത് ഇപ്പൊ അറിയുന്നവർക്ക് അത് കേട്ടാൽ ഇന്നതാണ് വരിയെന്ന് മനസ്സിലാവും. അങ്ങനെയുള്ള പാട്ട് അങ്ങനെയായിരുന്നു കല്ലു വേണോ. അപ്പൊ ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെയാണ് സ്റ്റേജിൽ കയറിയിട്ട് പാടിയത് കല്ലു വേണമാണ്. അതായത് വേദുവിന്റെ അമ്മമ്മയുടെ അനിയത്തിയുടെ ഒരു പിറന്നാൾക്ക് ഇങ്ങനെ സ്റ്റേജിൽ കയറണം, പാടണം എന്ന് പറഞ്ഞിട്ട് മൈക്ക് കണ്ടപ്പോഴേ ഇഷ്ടം കൊണ്ട് പാടണം പറഞ്ഞു. അന്ന് അവിടെ ചെന്നിട്ട് പാടിയപ്പോഴും എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവുന്നില്ല, അറിയുന്നവർക്ക് ആ കല്ല് വേണോ രീതിക്കൊരു വലിയ കുഴപ്പമില്ലാണ്ട് നല്ല രസമായിട്ട് പാടിയായിരുന്നു. നമുക്കതൊരു കൗതുകം. സ്കൂളിലൊക്കെ പ്ലേ സ്കൂളിൽ എങ്ങനെ സപ്പോർട്ടൊക്കെ? ഭയങ്കര നല്ല സപ്പോർട്ടാണ്. കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു മുത്തശ്ശിയെ പോലെ തന്നെയാണ് നോക്കണതും ആന്റി. അപ്പോൾ ഗീതമ്മ എന്നാ പേര്, ഇതൊക്കെ ഗീതമ്മ എന്ന് വിളിക്കുക. ആന്റി ഈ പറഞ്ഞ പോലെയാണ് അന്ന് വൈറലാവണത് മുമ്പ് തന്നെ. ഞാനന്ന് ആ പാട്ട് ഒന്ന് അയച്ചു കൊടുത്തായിരുന്നു. അപ്പൊ തന്നെ ഒരു അടുത്ത ദിവസം തന്നെ ടീച്ചർമാരുടെയും കുട്ടികൾക്കൊക്കെ അത് കേൾപ്പിച്ച് ട്രോഫിയൊക്കെ ഇതിന് കൊടുത്തു. അങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ടീച്ചേഴ്സ് ആയാലും അതുപോലെ ഭയങ്കര സപ്പോർട്ടാണ്, നല്ല കെയറിങ് ആണ്. നമുക്ക് ഭയങ്കര അതായത് അത്ര ഇതില്ല, നമുക്ക് രാവിലെ അങ്ങോട്ട് കൊണ്ടാക്കി കഴിഞ്ഞാൽ നമ്മള് സമാധാനത്തോടെയാണ് ഇങ്ങോട്ട് വരുന്നത്. പ്രതീക്ഷിക്കാതെയാണല്ലോ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. അപ്പൊ എന്ത് തോന്നി പെട്ടെന്ന് ഇങ്ങനെ എല്ലാരും ഷെയർ ചെയ്യുന്നു, ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായി? അതെ, അയ്യോ അത് ആ സമയം എന്ന് പറയുന്നത് അന്ന് നമ്മളിപ്പോഴും ഒരു സ്വപ്ന ലോകത്താണ്. കാരണം തീരെ പ്രതീക്ഷിക്കാണ്ടേ അങ്ങോട്ട് ആവുകയും ചെയ്തു. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ ഇപ്പൊ ഇത് വേദൂട്ടനല്ലേ എന്നൊക്കെ ചോദിക്കണേ, അതാണ് എന്നാൽ ജാതവേദകൃഷ്ണനാണോ അല്ലെങ്കിൽ വേദുവാണോ എന്നല്ല, ഇത് നമ്മുടെ വേദൂട്ടനല്ലേ അല്ലെങ്കിൽ വേദൂട്ടനല്ലേ ചോദിക്കുമ്പോഴേ ഭയങ്കര സന്തോഷം. ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോ ആൾക്കാരെ കാണുമ്പോ അതെ 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 കുറെ പേര് മനസ്സിലാവുന്നുണ്ട്, കുറെ പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ. അതും വേദിപ്പോ ഈ പറയണ എന്തേലും സംസാരിച്ചോണ്ടിരിക്കുക ഒരു വട്ടം പറയണ ഇതിന്റെ സൗണ്ട് കേട്ടിട്ട് തിരിഞ്ഞു നോക്കി. അപ്പൊ അത്രയും ഫെമിലർ ആയി എന്നൊക്കെ അറിയുമ്പോഴേ മറക്കാനാവാത്തൊരു അനുഭവം ഇപ്പൊ ഈ വീഡിയോ വൈറലായതിനു ശേഷം ഒരു മറക്കാനാവാത്തൊരു അനുഭവം? അങ്ങനെയല്ല, അതിനുശേഷം ഫുള്ള് തന്നെയാണ്. കാരണം അതിനുശേഷം വേദിന് കിട്ടിയ അവസരങ്ങൾ പറഞ്ഞാൽ ചെറുതല്ല. ഇപ്പൊ വേദിന് ഇപ്പൊ അതിന്റെ ഒന്നും അറിയില്ല എന്തൊക്കെയാണെന്ന്. പക്ഷെ അത് കഴിഞ്ഞ പാടെ വലിയ നമുക്ക് ചിത്രാമ്മയെ ഒന്ന് കാണാൻ പറ്റി. അതായത് എത്രയോ പേര് അടുത്ത് നിൽക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് പോലും പറ്റാതെ നമുക്ക് ആ ഒരു അവസരത്തിൽ സ്റ്റേജിലൊപ്പം അങ്ങനെ വേദു പാടുന്നത് കേട്ട് നിന്ന് അതാണ് ആ വീഡിയോ അന്ന് അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ കാണുമ്പോൾ ചിത്രാമ്മയുടെ ആ ചിരി വേദു പാടുന്ന സമയത്ത് കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ്. അല്ലെങ്കിൽ എന്താ വേദുവിന് ഇപ്പോഴും അറിയില്ല ചെന്നാൽ എന്താ പറയണ്ടേ, അല്ലെങ്കിൽ കളികളാണ് വേദുവിനിപ്പോ ആ കളി ആ രസത്തിൽ പോവല്ലേ. പക്ഷെ ഓരോ അവസരങ്ങളിലും ഇപ്പൊ ടോപ്പ് സിംഗറിൽ പോയി അല്ലെങ്കിൽ കോമഡി മാസ്റ്റേഴ്സിലൊക്കെ പോകുമ്പോൾ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ളൊരു ഇതുണ്ടെങ്കിലും അതൊക്കെ വേദിന് വലിയ അവസരങ്ങളാണ്. ഇങ്ങനെ കിട്ടിയ സ്റ്റേജുകൾ അത് ഈ പ്രായത്തിൽ കിട്ടുക പറഞ്ഞാൽ ഭയങ്കര സന്തോഷം.
അടിപൊളി. ഓക്കേ